പ്രിയരെ, 2025 ലോഗോസ് ക്യൂസിനായി തയ്യാറെടുക്കുന്നവർക്കായി ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം: പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് യേശുവിനെ കൊണ്ടുപോയ സംഘത്തിലുള്ളവർ യേശുവിനെതിരെ ചുമത്തിയ 3 കുറ്റങ്ങൾ എന്തെല്ലാം? ഉത്തരം: ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുന്നു, സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുന്നു, താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുന്നു. പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന യേശുവിനോട് പീലാത്തോസ് ചോദിച്ചതെന്ത്? ഉത്തരം: നീ യഹൂദരുടെ രാജാവാണോ? നീ യഹൂദരുടെ രാജാവാണോ എന്ന പീലാത്തോസിൻ്റെ ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം: നീ തന്നെ പറയുന്നുവല്ലോ. ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന പീലാത്തോസ് പറഞ്ഞത് ആരോട്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും. എന്തു കേട്ടപ്പോഴാണ് പീലാത്തോസ് ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചത്? ഉത്തരം: ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കിവിടുന്നു എന്ന് കേട്ടപ്പോൾ. പീലാത്തോസ് യേശുവിനെ ഹേറോദേസിൻ്റെ അടുത്തേക്ക് അയച്ചതെപ്പോൾ? ഉത്തരം: ഹേറോദേസിൻ്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്ന് അറിഞ്ഞപ്പോൾ. ഹേറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചതിനു കാരണം? ഉത്തരം: യേശുവിനെ പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഹേറോദേസ് രാജാവ് യേശു ചെയ്യുന്ന എന്തു കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: ഏതെങ്കിലും ഒരത്ഭുതം. യേശുവിനെ ഹെറോദേസിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശുവിൻ്റെ മേൽ കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നതാര്? ഉത്തരം: പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. പടയാളികളോട് ചേർന്ന് യേശുവിനോട് നിന്ദ്യമായി പെരുമാറുകയും അധിക്ഷേപിക്കുകയും ചെയ്തതാര്? ഉത്തരം: ഹെറോദേസ്. ഹെറോദേസ് യേശുവിനെ എപ്രകാരമുള്ള വസ്ത്രം ധരിപ്പിച്ചാണ് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചത്? ഉത്തരം: പകിട്ടേറിയ വസ്ത്രം. എന്നു മുതലാണ് ശത്രുതയിലായിരുന്ന ഹെറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതരായത്? ഉത്തരം: ഹെറോദേസ് പീലാത്തോസിൻ്റെ അടുക്കലേക്ക് അയച്ച യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് ഹെറോദേസ് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചതിന് ശേഷം. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല എന്ന പീലാത്തോസ് പറഞ്ഞത് ആരോട്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല, അതിനാൽ ഞാൻ ഇവനെ എന്തു ചെയ്തു വിട്ടയക്കുമെന്നാണ് പീലാത്തോസ് പറഞ്ഞത്? ഉത്തരം: ചമ്മട്ടി കൊണ്ടടിച്ച് വിട്ടയക്കും. ഇവനെ കൊണ്ടുപോവുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് ജനങ്ങൾ ഏകസ്വരത്തിൽ ആക്രോശിച്ചതെപ്പോൾ? ഉത്തരം: പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞപ്പോൾ. എന്തിനെയെല്ലാം പ്രതി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനായിരുന്നു ബറാബാസ്? ഉത്തരം: പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും. അവൻ എന്തു തിന്മ പ്രവർത്തിച്ചു എന്ന് യേശുവിനെക്കുറിച്ച് 3-ാം പ്രാവശ്യവും ചോദിച്ചതാര്? ഉത്തരം: പീലാത്തോസ്. എന്തർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല എന്നാണ് പീലാത്തോസ് പറഞ്ഞത്? ഉത്തരം: വധശിക്ഷ. യേശുവിനെ കൊണ്ടുപോകുമ്പോൾ കുരിശു ചുമലിൽ വെച്ച യേശുവിൻ്റെ പിറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചതാരെയാണ്? ഉത്തരം: ശിമയോനെ. യേശുവിൻ്റെ പിറകെ കുരിശു ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ച ശിമയോൻ ഏതു നാട്ടുകാരനായിരുന്നു? ഉത്തരം: കിറേനേക്കാരൻ. യേശുവിനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കിറേനേക്കാരനെ പിടിച്ചു നിർത്തി എന്തു ചെയ്യാനാണ് അവർ നിർബന്ധിച്ചത്? ഉത്തരം: കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പിറകെ ചുമന്നുകൊണ്ടുവരാൻ. യേശുവിനെ കൊണ്ടുപോയപ്പോൾ ആരെല്ലാമാണ് പിന്നാലെ പോയിരുന്നത്? ഉത്തരം: ഒരു വലിയ ജനക്കൂട്ടവും സ്ത്രീകളുടെ സമൂഹവും. യേശുവിനെ കൊണ്ടുപോകുമ്പോൾ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് പിന്നാലെ പോയതാര്? ഉത്തരം: സ്ത്രീകളുടെ സമൂഹം. യേശുവിൻ്റെ പിന്നാലെ വന്ന സ്ത്രീ സമൂഹത്തിൻ്റെ നേരെ തിരിഞ്ഞ് യേശു അവരെ അഭിസംബോധന ചെയ്തതെങ്ങനെ? ഉത്തരം: ജെറൂസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട എന്ന് യേശു പറഞ്ഞത് ആരോട്? ഉത്തരം: യേശുവിൻ്റെ പിന്നാലെ പോയ സ്ത്രീ സമൂഹത്തോട്. യേശുവിൻ്റെ പിന്നാലെ വന്ന സ്ത്രീ സമൂഹത്തോട് എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, പിന്നെ ആരെ പ്രതി നിങ്ങൾ കരയുവിനെന്നാണ് പറഞ്ഞത്? ഉത്തരം: നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി. യേശുവിൻ്റെ പിന്നാലെ വന്ന സ്ത്രീകളോട് ആർക്കെല്ലാം ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരുമെന്നാണ് പറഞ്ഞത്? ഉത്തരം: വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും. യേശുവിനോടൊപ്പം വധിക്കാൻ കൂടെ കൊണ്ടുപോയത് ആരെയെല്ലാം? ഉത്തരം: കുറ്റവാളികളായ മറ്റു 2 പേരെ കൂടെ. കുറ്റവാളികളായ മറ്റു 2 പേരെ കൂടെ യേശുവിനോടൊപ്പം വധിക്കാനായി കൊണ്ടുപോയി ഏതു സ്ഥലത്താണ് അവർ വന്നു നിന്നത്? ഉത്തരം: തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത്.
യേശുവിനോടൊപ്പം കുറ്റവാളികളായ മറ്റു 2 പേരെയും എവിടെയാണ് കുരിശിൽ തറച്ചത്? ഉത്തരം, ഒരുവനെ യേശുവിൻ്റെ വലതുവശത്തും ഇതരനെ ഇടത്തുവശത്തും. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ആദ്യം പറഞ്ഞതെന്ത്? ഉത്തരം, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. യേശുവിനെ ക്രൂശിച്ചവർ എന്തിനു വേണ്ടിയാണ് കുറിയിട്ടത്? ഉത്തരം, യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ എന്ന് യേശുവിനെ പരിഹസിച്ചു പറഞ്ഞതാര്? ഉത്തരം, പ്രമാണികൾ. ഇവൻ ആരാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ എന്നാണ് പ്രമാണികൾ യേശുവിനെ പരിഹസിച്ചു പറഞ്ഞത്. ഉത്തരം, ദൈവത്തിൻ്റെ ക്രിസ്തു ആണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ. യേശുവിൻ്റെ അടുത്ത് വന്ന് അവന് വിനാഗിരി കൊടുത്തതാര്? ഉത്തരം, പടയാളികൾ. പടയാളികൾ യേശുവിനെ പരിഹസിച്ചു പറഞ്ഞതെന്ത്? നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. യേശുവിൻ്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന ലിഖിതം എന്തായിരുന്നു? ഇവൻ യഹൂദരുടെ രാജാവ്. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞതെന്ത്? ഉത്തരം, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞപ്പോൾ അപരൻ ചെയ്തതെന്ത്? ഉത്തരം, അവനെ ശകാരിച്ചു പറഞ്ഞു. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരോടുള്ള വാക്കുകൾ? ഉത്തരം, യേശുവിനെ ദുഷിച്ചു പറഞ്ഞവനോട് അപരൻ്റെ വാക്കുകൾ. യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ആരുടെ വാക്കുകൾ? ഉത്തരം, യേശുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട അപരൻ്റെ വാക്കുകൾ. കുരിശിൽ തറയ്ക്കപ്പെട്ട അപരനോട് യേശു അരുളി ചെയ്തതെന്ത്? സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട അപരനോട് നീ ഇന്ന് എന്നോടുകൂടെ എവിടെ ആയിരിക്കുമെന്നാണ് യേശു അരുളി ചെയ്തത്? ഉത്തരം, പറുദീസായിൽ. യേശു ജീവൻ വെടിയുന്നതിന് മുൻപായി എത്ര മണി മുതൽ എത്ര മണി വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു? ഉത്തരം, 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ. 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിലെ തിരശീല നടുവേ കീറി. ഈ സംഭവങ്ങൾ നടന്നതെപ്പോൾ? ഉത്തരം, യേശു ജീവൻ വെടിയുന്നതിനു മുൻപ്. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് എന്തു പറഞ്ഞതിന് ശേഷമാണ് ജീവൻ വെടിഞ്ഞത്? ഉത്തരം, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം, ശതാധിപൻ. യേശുവിൻ്റെ മരണസമയത്തെ സംഭവങ്ങൾ കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയതാര്? ഉത്തരം, കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം. യേശുവിൻ്റെ മരണസമയത്തെ സംഭവങ്ങൾ കണ്ടുകൊണ്ട് അകലെ നിന്നിരുന്നത് ആരെല്ലാം? ഉത്തരം, യേശുവിൻ്റെ പരിചയക്കാരും ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും. ഏതു വിഭാഗം ആളുകളുടെ പട്ടണമാണ് അരിമത്തിയ? ഉത്തരം, യഹൂദരുടെ. നല്ലവനും നീതിമാനും ആലോചനാ സംഘത്തിലെ അംഗവുമായ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്ന വ്യക്തി? ഉത്തരം, അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ്. അരിമത്തിയാക്കാരൻ ജോസഫ് ആരുടെ അടുത്തെത്തിയാണ് യേശുവിൻ്റെ ശരീരം ചോദിച്ചത്? ഉത്തരം, പീലാത്തോസിൻ്റെ. അരിമത്തിയാക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എപ്രകാരമാണ് കല്ലറയിൽ വച്ചത്? ഉത്തരം, തുണിയിൽ പൊതിഞ്ഞ്. യേശുവിനെ സംസ്കരിച്ച കല്ലറ എപ്രകാരമുള്ളതായിരുന്നു? ഉത്തരം, പാറയിൽ വെട്ടി ഉണ്ടാക്കിയതും ആരെയും അന്ന് വരെ സംസ്കരിച്ചിട്ടില്ലാത്തതും. അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. സാബത്തിൻ്റെ ആരംഭവുമായിരുന്നു. ഏതു ദിവസത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം, യേശുവിനെ സംസ്കരിച്ച ദിവസം. അരിമത്തിയാക്കാരൻ ജോസഫിനൊപ്പം യേശുവിൻ്റെ കല്ലറ കാണാൻ പോയതാര്? ഉത്തരം, ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ. ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറ കണ്ടതിന് ശേഷം തിരിച്ചു ചെന്ന് എന്തെല്ലാമാണ് തയ്യാറാക്കിയത്? ഉത്തരം, സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും.